ഹല 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 വല്ല അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, അങ്ങനെ സൗദി അറേബ്യയിലെ ഒരു സുപ്രധാന സ്ഥലമാണ് തായിഫ് എന്ന് പറയാം. അതായത് മക്കയിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ദൂരമുള്ളൂ തായിഫിലെത്താൻ. ആ തായിഫിലേക്ക് പോകുന്ന വഴി 2 വഴികളുണ്ട്. ഒന്ന് നമുക്ക് ചുരം കയറി പോവാം, അൽഹദ ചുരം. അതല്ലെങ്കിൽ സെൽ കബീർ എന്ന മറ്റൊരു വഴിയുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് മക്കയിൽ നിന്നും ചുരം കയറിപ്പോകുന്ന അൽഹദ റോഡിലൂടെയാണ്. ഈ അൽഹദ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 23 കിലോമീറ്റർ നല്ല ചെങ്കുത്തായ ചുരത്തിലൂടെ നമ്മൾ കയറി പോവുക. നമുക്ക് വാഹനം ഒരു 80 സ്പീഡാണ് ഇവിടുത്തെ പോകാൻ കഴിയുള്ളൂ, 50 സ്പീഡിൽ. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല സുന്ദരമായ റോഡ്. അതേപോലെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മലകൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഓരോ മലേൻ്റെയും സൈഡിലൂടെ നമ്മളിങ്ങനെ വണ്ടിയും കൊണ്ട് പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മലയും അതേപോലെ കാർമേഘവും ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കണ പോലാണ് നമുക്ക് അടി നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. അത് വല്ലാത്തൊരു കണ്ണിന് കാഴ്ച തന്നെയാണ്. ഒരുപാട് സൗദിയിലുള്ള പല പ്രവാസികളും ഈ അൽഹദ ചുരം കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും കാണാത്തവർക്കും അതുപോലെ കണ്ടവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കാണാനുള്ളൊരു അവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഏകദേശം ഒരു 6 മിനിറ്റ് ഉണ്ട് നമ്മളിതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ മലമ്മ കുറേ മരങ്ങളോ അല്ലെങ്കിൽ ആനയോ പുലിയോ സിംഹമോ ഒന്നും കാണാനുണ്ടാവില്ല. ഇവിടെ ആകെ കുരങ്ങന്മാർ മാത്രമേ കാണുള്ളൂ. പിന്നെ മലമ്മ കുറേ മരങ്ങളായിട്ടും മറ്റൊന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഈ സമയത്ത് തന്നെ തായിഫ് ടെമ്പറേച്ചർ 10 ഡിഗ്രി ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് വാഹനങ്ങൾ തായിഫിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ റോഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും നമുക്ക് റോഡ് ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രസമാണ്, നല്ല അടിപൊളി ഡ്രൈവ് നമുക്ക് ആസ്വദിച്ച് പോകാൻ കഴിയും. പിന്നെ എന്താ പറയുക, സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ എന്താ പറയുക ഹീറ്റായാണ്ട് വണ്ടി ഹീറ്റായിട്ട് കേടുന്ന സൈഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെ കൂടുതലൊന്നുമില്ല. 1-2 വാഹനങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് വിഞ്ചിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ആ മലകൾ ഇങ്ങനെ മലേൻ്റെ ഓരോ സൈഡിലൂടെ ഓരോ മലയും തമ്മിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ് ചുരം. രസമാണ്, ഒരു പ്രത്യേക അനുഭൂതിയാണ് അത് കയറുമ്പോൾ. മനസ്സിന് സന്തോഷമാണ്. നമുക്ക് ഡ്രൈവിങ് താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചുരത്തിലൂടെ പ്രത്യേക ഡ്രൈവ് ചെയ്തു പോവാണ്. അത് വളരെ ഭംഗിയാണ്. അത് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെന്താ പറയുക, മുകളിലേക്ക് കയറുന്നതനുസരിച്ച് നമുക്ക് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മുന്നിൽ വണ്ടി ഞങ്ങൾ പല ജാതി വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചില മലകളൊക്കെ 2 മലൻ്റെയും നടുവിലൂടെ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ വേറെ ഭംഗിയാണ്. എന്നാലും പ്രകൃതിയെ വല്ലാതെ ദോഷം ചെയ്യാത്ത വിധത്തിലാണ് ഈ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുൾ പാറ കേട്ടോ, മണ്ണൊന്നും കാണാൻ കഴിയില്ല. മല മൊത്തം പാറയാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു വേറെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അറിയാം, നമുക്കറിയാം. ഒരുപാട് സൗദിയിലുള്ള ആളുകൾ ഈ മക്കയും ജിദ്ദയും ഒക്കെ ഉള്ള ആളുകൾ ഈ ചുരം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഓരോ സീസണിലും ഇതിൻ്റെ ഭംഗി ഓരോ വിധത്തിലാണ്. മഴക്കാലത്ത് പോകുമ്പോൾ ഉള്ളത് വേറൊരു ഭംഗിയാണ്. അതേപോലെ നല്ല കോടല്ല സമയത്ത് പോകുകയെന്ന് പറഞ്ഞാൽ അത് വേറെ ഭംഗിയാണ്. ഏറ്റവും മുകളിലുള്ളൊരു പാലം, ആ പാലം മാത്രമുള്ള ഇവിടെ ഒരു പാലമായിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഈ ചുരത്തിൻ്റെ വേറൊരു ഭംഗി എന്ന് പറഞ്ഞാൽ. ആ പാലം അടിയിൽ നിന്ന് കാണുന്നതും മുകളിൽ നിന്ന് കാണുന്നതൊക്കെ. അതേപോലെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അടിക്ക് റോപ്പ് വേ ഉണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് വരാൻ കഴിയും. റോപ്പ് വേയിലൂടെയൊക്കെ എത്ര 90 റിയാലറ്റ് തോന്നുന്നത് പോയി വരാൻ. അങ്ങോട്ട് മുകളിൽ നിന്ന് അടിയിൽ നിന്ന് മുകൾക്കും പോകാൻ റിട്ടേൺ. പിന്നെ നമ്മൾ നടത്ത പോകാനുള്ള ഇതിൽ കൂടി ഈ റോട്ടിലൂടെ ലോറിയോ ബസ്സോ ഒന്നും പോകില്ല. ചെറിയ നാലോ എന്താ പറയുക, ചെറിയ കാറും കാര്യങ്ങളൊക്കെ പോകുള്ളൂ. ചെറിയ കാറ്, വാന് ഇതൊക്കെ പോകുള്ളൂ. അതൊക്കെ തന്നെ ചുരത്തുമ്പോൾ നമുക്കൊരിക്കലും ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാതിരിക്കാനൊരു കാരണം ഹെവി വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്ലോക്കാവും. അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കാണുക,
ആസ്വദിക്കുക. കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തായിഫ് വന്ന് കണ്ട് ഇവിടുത്തെ പ്രകൃതിയും മറ്റൊക്കെ തണുപ്പ് ആസ്വദിച്ചിട്ട് തിരിച്ചു പോകാൻ നിങ്ങൾക്കും. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ കാണാം. നമ്മളിതിൻ്റെ ചുരത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയുള്ള നല്ല നല്ല കാണാൻ ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ.